സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ പ്രജിത്തിന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ വിട്ടുവന്ന പ്രജിത്ത് വീടിനുള്ളിൽ സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി മരിച്ചത്. അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതാണ് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രജിത്തിന്റെ ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രാരംഭഘട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം. എന്നിരുന്നാൽ തന്നെയും ഉന്നയിക്കപ്പെട്ടുള്ള എല്ലാ ആരോപണങ്ങളും, അത് വിദ്യാർത്ഥി സംഘടനകളായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സമഗ്രമായിട്ട് പരിശോധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ 3-4 പിള്ളേരെ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ഒരു ക്ലാസ് ടീച്ചറും ഒരു ഡ്രിൽ മാസ്റ്ററും പല പ്രാവശ്യം ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടത് അറിയുകയും ചെയ്യാം. അത് പല സഹപാഠികളിൽ നിന്നും അറിയാനും പറ്റി. പക്ഷേ ഈ നടന്ന അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരന് തലകറക്കം വന്നപ്പോൾ അവനെയും കൊണ്ട് ഒരു തണലിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചു. ഈ സമയത്ത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിലെ ടീച്ചർ പല പ്രാവശ്യവും ഓരോ അപഖ്യാതി വരുത്തുന്നുണ്ട്. ഈ തലവേദനയായിട്ട് കിടന്ന കുട്ടിയെ ഈ സ്കൂളിൽ നിന്നും മിസ്സായെന്നും പറഞ്ഞ് അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. ഇത് കേട്ടാണ് ഈ കുട്ടി ഓടി വരുന്നത്. ഓടി വന്ന് ഈ തലകറക്കം മാറാനായിട്ട് മുഖം കഴുകിയപ്പോൾ കണ്ണ് ചുമന്നെന്നും പറഞ്ഞ് ഒരു ടീച്ചർ പറയുന്നത് നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഒരു 7ാം ക്ലാസ്സുകാരനോട് അധ്യാപകന്റെ ചോദ്യം കഞ്ചാവാണോ എന്ന്. പിന്നീട് തലകറങ്ങി വീണ കൂട്ടുകാരനൊപ്പം നിന്നതിന് അധ്യാപകരുടെ വക അടിയും അപമാനവും. ഇതിൽ മനംനൊന്ത് പ്രജിത്ത് എന്ന 7ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയിട്ട് 3 ദിവസം പിന്നിടുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇന്ന് സ്കൂളിന് മുന്നിൽ അരങ്ങേറിയത്. നാട്ടുകാരും ബന്ധുക്കളും അടക്കം ആ 13-കാരൻ്റെ ചിതാഭസ്മവുമായി അവിടെ പ്രതിഷേധം നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, ആ മാതാപിതാക്കളെ സംബന്ധിച്ച്, ബന്ധുക്കളെ സംബന്ധിച്ച് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമായിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ അധികൃതർക്കെതിരെ, അധ്യാപകനെതിരെ അടക്കം വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ കഞ്ചാവ് നീ ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഈ സംഭവത്തിനകത്ത് പോലീസ് മറ്റ് അന്വേഷണം പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിനകത്ത് ബന്ധുക്കളുടെ മൊഴി മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കുറ്റക്കാർക്കെതിരെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ നേരത്തെ കണ്ട ചേർത്തല ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ മരണം നടക്കുന്നത് എന്നുള്ളതാണ്. കാട്ടൂർ ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിലെ കുട്ടിയാണ്. ഈ 13 വയസ്സുകാരനാണ് വീട്ടിൽ എത്തിയ ശേഷം, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയ ശേഷം അവിടെ ആത്മഹത്യയിലേക്ക് പോകുന്നത്. കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ രക്ഷകർത്താക്കൾ കാണുകയായിരുന്നു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് അഴീക്കകത്ത് വീട്ടിൽ മനോജിന്റെയും മീരയുടെയും മകനായ പ്രജിത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച ആത്മഹത്യ ചെയ്തത്. ഇന്ന് വലിയ പ്രതിഷേധം ആ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ ബന്ധുക്കളും ചിതാഭസ്മവുമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഒരു സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനവും ശാരീരിക പീഡനവുമാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ടോം പറഞ്ഞതുപോലെ സമാനമായൊരു സാഹചര്യം ഉണ്ടായി എന്ന് അച്ഛനും രക്ഷകർത്താക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മൾ തൊട്ടു മുമ്പ് കേട്ടത്. അവർ പറയുന്നത് ഈ സ്കൂളിൽ വെച്ച് ഈ കുട്ടിയുടെ പ്രജിത്തിന്റെ സുഹൃത്തിന് തലകറക്കമുണ്ടായി. തുടർന്ന് മറ്റൊരു സ്ഥലത്ത് ഇവര് കുട്ടിയുമായി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് എത്തിയപ്പോൾ, അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ അനൗൺസ്മെന്റ് അടക്കം നടത്തുകയും ഈ കുട്ടികൾ തിരിച്ചെത്തിയപ്പോൾ അധ്യാപകർ വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൽ ക്രിസ്തുദാസ് എന്ന ഒരു അധ്യാപകനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഈ 13-കാരന്റെ
കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നാണ് ഈ രക്ഷകർത്താക്കളും സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ പറയുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥി ഒരു 7ാം ക്ലാസ്സുകാരനോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അവനുണ്ടാകുന്നൊരു മാനസിക പ്രയാസം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച്, സഹപാഠികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന്, അവർ കൃത്യമായും ഒരു അധ്യാപകനെ കേന്ദ്രീകരിച്ചാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് സ്കൂളിലെ അധ്യാപകരെ കുറിച്ച് കേന്ദ്രീകരിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് ഈ സ്കൂളിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുഞ്ഞിന്റെ പ്രജിത്ത് എന്ന 7ാം ക്ലാസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ ശരണ്യ? ഈ വിഷയത്തിൽ ടോം, സ്കൂൾ അധികൃതർ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം അവർ പറയുന്നത് മറ്റു കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അവരൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ കൃത്യസമയത്തേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിലും മറിച്ച് ഈ പറഞ്ഞ ആരോപണങ്ങൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നടക്കം പറയുന്ന, അത്തരത്തിൽ ചോദ്യം ചെയ്തു എന്നടക്കം പറയുന്ന ആരോപണങ്ങളെ സ്കൂൾ അധികൃതർ നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസും പ്രാഥമികമായ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലാതെ മറ്റ് കൊലപാതക കുറ്റമോ ആത്മഹത്യ പ്രേരണയോ അത്തരം വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും സ്കൂൾ അധികൃതർ ഈ വിഷയത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. മാത്രമല്ല, ഇതിനു മുമ്പ് അത്തരത്തിൽ മറ്റ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകൾ ഉള്ളതായി നമുക്ക് അറിവില്ല. അത്തരത്തിലൊരു ഈ കാട്ടൂർ വിസിറ്റേഴ്സ് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിന്റെ പേര്. സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോപണങ്ങൾ ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അന്വേഷണത്തിലും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തായാലും ഒരു കുട്ടിയെ മരണത്തിലേക്ക് നയിച്ച ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സ്കൂളിൽ നിന്ന് വന്ന് ആ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് ആ കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്ന വിശദമായ അന്വേഷണത്തിനൊടുവിൽ അത്തരം ഒരു നടപടി സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ചൂരൽ കൊണ്ട് അടിച്ചു എന്നൊക്കെയാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല, ശരീരത്തിൽ അത്തരം പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ചൂരൽ കൊണ്ട് കുട്ടിയെ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് അടിച്ചുവെന്നും അനാവശ്യം പറഞ്ഞുവെന്നും, അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്ന രീതിയിൽ ചോദ്യം ചെയ്തു എന്നടക്കമുള്ള അധിക്ഷേപിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടായെന്നുമാണ് രക്ഷകർത്താക്കൾ ആരോപിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ പോലീസിൻ്റെതായ പരിശോധന നടന്നു വരുന്നതിനിടയിലാണ് ഇന്ന് ഒരു പ്രതിഷേധം ഈ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് വിദ്യാർത്ഥി സംഘടനകളുടെയും ഒപ്പം തന്നെ രക്ഷകർത്താക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഒരു സമരസമിതി രൂപീകരിച്ച് ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തുടർ ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമ്മളോട് അവർ അറിയിച്ചിട്ടുള്ളത്. അതായത് ശരണ്യ, ഇന്ന് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി അവിടെ രംഗത്തെത്തുന്നു. അതായത് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായത്. കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ ഈ സംഭവം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ പോലീസിന് മേൽ അതൊരു സമ്മർദ്ദമാകില്ലേ? കാരണം ഇതുവരെയും ഈ സ്കൂൾ അധികൃതർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഇത്തരം പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഒരു നടപടിയിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇന്ന് അത്തരത്തിൽ ആ സമരം നടക്കുന്ന സ്ഥലത്ത് എത്തിയ സമരസമിതിയുടെ ആളുകളെയും കുട്ടിയുടെ ബന്ധുക്കളെയും പോലീസ് അത്തരം ചേർത്തല ഡിവൈഎസ്പി തന്നെ നേരിട്ട് എത്തിയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നേരിട്ടെത്തി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ SFIയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം ഉള്ളത്. ഒപ്പം തന്നെ അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടി മരിച്ചത്. കുട്ടി മരിച്ചതിന് ശേഷം അവിടെ ഈ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ആ കുടുംബത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു സമരസമിതി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് മാർച്ച് നടന്നത്. എന്തായാലും ഇന്ന് പോലീസ് അവിടെ എത്തി ഈ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളിലേക്കായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അവിടെ പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി തന്നെയാണ് അത്തരം ഒരു ഉറപ്പ്, അങ്ങനെ ഒരു വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പ്രതിഷേധം പിരിഞ്ഞുപോയത്. അത്തരത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും നിലവിൽ അത്തരത്തിൽ അധ്യാപകർക്കെതിരെ ഒരു വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസ് ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ
പ്രതിഷേധമാണ് ഇന്ന് സ്കൂളിന് മുന്നിലുണ്ടായത്. വിദ്യാർത്ഥി സംഘടനകൾ അതോടൊപ്പം ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധ പ്രകടനം നടത്തുന്നു. വരും ദിവസങ്ങളിലും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ സത്യാവസ്ഥ തേടി ഈ സ്കൂളിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. പൊൻകതിർ പുട്ട് സോഫ്റ്റ്